അടിപൊളി തങ്ങന്മാർക്കുള്ള മിനിക്കോട്ടാട്ടിയാ അല്ല എനിക്കൊന്നും ലോഡൊന്നുമില്ല. ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നേ, അതൊന്നും വലിയ കാര്യം തന്നെ. അതിന് 5 റുപ്യ. എന്റെ മണിപ്പേഴ്സ് വേറെ എടുത്തിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇപ്പൊ. എന്റെ മണിപ്പേഴ്സ് പോക്കറ്റ് ഉണ്ടായില്ല ഇപ്പൊ. ആരേത് കൈ ഇപ്പൊ ആർക്കും കിട്ടിയാ? ഈ എവിടെ ഉണ്ടല്ലോ അവിടെ. ആ ഇതിന്റെ പൈസ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ബേബി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്റെ ആധാർ കാർഡും ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ. അതില് പൈസ ഉണ്ട്, പൈസ ഒക്കെ ഉണ്ട്, അതില് പൈസ ഉണ്ട്. എങ്ങനെ അവിടെ എങ്ങനെ പോയാല്? ആ അതപ്പോഴൊക്കെ എടുക്കണേ ദാദിയില് ഇതൊക്കെ എടുക്കണേ. ഓ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? ഇതിപ്പോ ഇങ്ങനെ അതിന്റെ ഒന്നും വല്ലാത്തൊരു പണി തന്നെയാണ് ഇപ്പത്. ഓ ഞാൻ ആകെ ബേജാറായി. ഇതിലെ പൈസയും കാര്യങ്ങളും ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നിങ്ങൾ 100 റുപ്യ ഇതാ, അത് നിങ്ങൾ വെച്ചോളി എന്റെ സന്തോഷത്തിന് വേണ്ടി. അല്ല അത് നല്ലതാണ്, ആയിക്കോട്ടെ. ഇത് കിട്ടിയില്ല, എന്തെങ്കിലും ലൈസൻസും കാര്യങ്ങളും വിലപ്പെട്ട രേഖകളൊക്കെ ഉണ്ട്. എവിടെയാണ് പണി? തന്നെ. ആ ശരി. ഇന്ന് മഴയൊക്കെ ഒന്ന് കുറച്ച് കുറവ്. രാവിലത്തെ മോഡലല്ല ഇന്ന്. ഫോൺ വെച്ചിനോ മൂത്രയ്ക്കാൻ വേണ്ടിട്ടേ ഇവിടെ വെച്ചതാണ്. വെച്ച സാധനമാണ്. ഇയാളെ ഫോൺ കാണാനില്ല. മൂത്രയ്ക്കായിരുന്നാണ് ഫോൺ കാണാനില്ല. ഇവിടെ വെച്ച മുതലാണ്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ടേ അത് മനുഷ്യന്മാർ കൊണ്ടുപോയതല്ല, അത് ഏതോ പക്ഷികൾ കൊണ്ടുപോയിക്കാണ്, കൊത്തി കൊണ്ടുപോയിക്കാണ്. ആ പന്തിരെ നോക്കാണി അവിടെ. അതെ അവിടെ ഒരു പന്താക്കണേ. അവിടെ ഇവിടെ നോക്കാണി. പന്തിയിൽ ഇവിടെ ഇവിടെ നോക്കി എവിടെ ഇപ്പൊ ഇങ്ങനെ നോക്കാൻ നിങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. ആ അതാ കിട്ടി കിട്ടി കിട്ടി. പോകാൻ കിട്ടിയിട്ടുണ്ട്. തേനാണോ പോണേ? തേനാണോ പോണേ? ആ ഇതിന്റെ ഫോണ് തന്നെ. സത്യം പറഞ്ഞ ബേജാറായില്ലോ. ഏതായാലും കിട്ടിയതൊക്കെ എങ്ങനെ പോയിട്ട് മനസ്സിലായി. കിട്ടിയത് എല്ലാം തന്നെ വലിയ റാത്തായി. നിങ്ങൾക്ക് വലിയ കറാമത്തേണ്ടാ? എന്റെ മണിപ്പേസ് പോയിട്ട് നാളെ മൂപ്പരും കിട്ടുമെന്ന് കാണിച്ചെന്ന് കിട്ടിയതിന്റെ വലിയൊരു അത്ഭുതം. ഏതായാലും പിന്നെ ഇതായാലും ചാടിച്ചോടി. ആയിക്കോട്ടെ പോട്ടെ. ശരി. അയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, കറാമത്തുണ്ട്. എന്റെ മണിപ്പേസ് ഇട്ട് നിങ്ങളെ ഫോണും കിട്ടുന്നു പോയി. ഇതിനെ ഒരു തൊഴിലാക്കിയല്ലോ. ഏതായാലും പണ്ടിക്കും തെറ്റില്ല ഒന്നും. ഇത് നല്ല ഐഡിയ അല്ലോ. നോക്കാം, ഒരു കളി വെച്ചു നോക്കാം. ഒന്നര വീടല്ലേ കൂടി കള്ള കുത്തി പൊളിക്കണല്ലോ. വല്ലാത്തൊരു കട്ടക്കാലം. അല്ലെങ്കിൽ തന്നെ മനസ്സിലായി ഇടങ്ങാറായ നേരം. എന്താ ചെയ്യാവുന്നു? ഒന്നര ചങ്ങായിമാരെ കടതാര തുറന്നിട്ട് പോണു. കള്ളന്മാരത് പൂട്ടതെല്ലാം കൂടി പൊളിച്ചു കണ്ടില്ല നിങ്ങള് ഇക്കോളത്തിലാക്കിയിരിക്കണു. ആ ബൽഫിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഒരു 8-10 റുപ്യ. പിന്നെ ചില്ലറ പൈസ മാറിയുണ്ടായിരുന്നു. അത് നോക്കാന്നാലും ഒന്നര ചങ്ങായിമാരെ അതും കാണാനില്ല. ബൽഫ് അടക്കം കൊണ്ടേക്കണില്ല. അപ്പൊ നല്ല പെരുങ്കള്ളം തന്നെയാണ് കള്ളൻ. അംസക്കോനോട് പറഞ്ഞാല് ഇതിന് കാര്യം ഉണ്ടാവും. കാരണം എന്റെ ഫോണ് പോയി, എന്റെ മണിപ്പേസ് ഫോണ് പോയിട്ട് മുപ്പരെ തന്നെ മുപ്പര് സ്ഥലം കാണിച്ച സ്ഥലത്ത് പോയി തന്നെ മൂപ്പരെ പേഴ്സ് പോയിട്ട് പൈസ അടക്കം തിരിച്ചു. ഏതംസ? അവിടെ തന്നെ നമ്മളെ അംസക്കോയ, നമ്മളെ സുബൈറാക്കാൻ അംസക്കോയ, നമ്മളെ താടിയൊക്കെ വെച്ചിട്ടുള്ള അതേനാള്. കാരണം നല്ല ഇതുണ്ട്. മൂപ്പർക്ക് വിളിച്ചോ വരാം. ഒന്ന് വേഗം വിളിച്ചു നോക്കാണെന്നാലേ. അസ്സലാമലൈക്കും. നിങ്ങളെവിടെ? എവിടെ? ചന്ദ്രേട്ടന്റെ വീടിലോ? ഒരു മിനിറ്റ്, ഞങ്ങളാണ് വരാം. അപ്പൊ ചന്ദ്രേട്ടന്റെ വീട് നമ്മളെ ചാപ്പിയുടെ അവിടെ ചാടിച്ചുണ്ട്. എന്തൊക്കെ വിളിച്ചത്? ഞങ്ങൾ വന്ന കാര്യം എന്താ വെച്ചാലേ, അസദിന്റെ പീടി എന്നല്ല രാത്രി ആരെ കുത്തിപ്പൊളിച്ചിരുന്നു. അവിടെ ഏകദേശം 10,000 റുപ്യ ഉണ്ട്. പിന്നെ ചില്ലറ പൈസ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വലിപ്പടക്കം കൊണ്ടുപോയ മട്ടാണ്. അപ്പൊ അതൊന്നും നിങ്ങളോട് പറയാച്ചിട്ട് ഞാൻ വന്നാണ്. നിങ്ങളൊന്ന് നോക്കിയാണ്ടായി തീരുമാനം ഉണ്ടാക്കി കൊടുത്താല്. എടാ അതൊക്കെ ഞാനെന്ത് ചെയ്യാനാടാ? അതൊക്കെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ പോലെ. എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടടാ. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ എങ്ങനെ നോക്കിയിട്ട് കണ്ടെത്തി എങ്ങനെയാന്നുള്ളത്. അതെ, അതിപ്പോ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവേണ്ടതേ. അത് ഇത്ത ആളിപ്പോ ജീവിച്ചു. എടാ നമ്മളെ കള്ളം കൊണ്ടില്ലേ കിണറ്റിൽ വെച്ചിക്കണല്ലേടാ. എപ്പോഴും രാത്രി എവിടുന്ന കട്ടുങ്ങാട് മണ്ണുങ്ങാണ്ടാണല്ലോ കിണറ്റ്.
അസ്സലാമലൈക്കും സാർ. ആ വരൂ വലൈക്കും സ്ലാം വന്നിരിക്കും ഇന്ത്യപ്പോ പോന്നേ ഉസ്താദേ, എൻ്റെ ഒരു മൂത്താപ്പുണ്ട്, തീരെ വിച്ചാതെ കിടപ്പിലാണ്. അപ്പൊ മൂപ്പരെ സുഖപ്രാപ്തിക്ക് വേണ്ടി നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല മൂപ്പരെ പോയിട്ട് കൊണ്ടുവരാൻ കഴിയൂലേ? ഇല്ല, കിടപ്പിലാണ്, ഒറ്റ കിടപ്പിലായിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇവിടുന്നേ ഒരു കുപ്പി കുടിക്കാണ്ട് വെള്ളം തരാം. പിന്നെ ഒരു കാര്യം ചെയ്യണം, പെരി പോയിക്കാണ്ട് മൂത്താപ്പാൻ്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്യണം. അപ്പൊ ഞാൻ വാട്സപ്പിൽ ഒരു മന്ത്രി ചുറ്റിക്കാണ്ട് തരാം. അത് മൂത്താപ്പാൻ്റെ ചവിട്ടിൽ വെച്ചെടുക്കുക കേട്ടാ. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ഉസ്താദേ, ഞാൻ പോയി. ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. അതിന് അസിസ്റ്റന്റ് ആയി. എന്തപ്പോ കൊടുക്കേണ്ടി ആൾക്കാർ 15-20 കൊടുക്കേണ്ടത് നിങ്ങൾ 10 ഉറുപ്പിക കൊടുത്താൽ മതി. നിങ്ങൾ 3 രൂപ അയച്ചു കൊടുത്താൽ മതി കേട്ടോ. വീട്ടിൽ ചെയ്താൽ മതിയാ? ആ വീട്ടിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അയച്ചോളാം. മമ്മ ഇതേതാ കണക്ക്? അത് ഇന്നലെ GPay വഴി വന്ന കണക്കല്ലേ? അപ്പൊ ഇന്നലെ 2,25,000 ഇവിടെ വന്നേക്കണേ ജിപേ വഴി അല്ലേ? അപ്പൊ ഇതോ? അത് ഇന്നലെ 1,42,000 കൗണ്ടറിന് വെള്ളം കൂടിയത് കൊണ്ടുപോയില്ലേ, അതിൽ കണക്കാണ്.